നാളെ സ്കൂൾ തുറക്കണം. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിനായിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കൂളും തുറക്കുമ്പോൾ നമ്മൾ പിന്നെ ക്യാൻറ്റീനും തുറക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ്. നേരത്തെ കൊഴിഞ്ഞാടേതാണ്. ആൺകുട്ടികൾ വന്നപ്പോഴേ അയറ്റുകൾ വളപ്പുമലൊക്കെ തൂങ്ങിയേക്കാണ്. അല്ല അപ്പോൾ പറഞ്ഞു വരുമൊന്നുമില്ല. അപ്പോൾ അത് ശരിയാക്കി കൊടുത്താണ്. അപ്പോൾ ഈ വയറും മാത്രമല്ല നിൽക്കണത്. ഉള്ളിലൊക്കെ ഒന്ന് പോയി ഓട്ടെ. അവിടെ എന്തൊക്കെ ക്ലീൻ ആക്കല്ലേ എന്നൊക്കെ. ഏതായാലും ഇപ്പം ഒന്ന് തുറക്കല്ലേ 10 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ക്ലീൻ ആക്കാൻ കുറേ ഉണ്ട്. അതൊക്കെ ഒന്ന് ശരിയാക്കി പോട്ടെ. നാളെ സ്കൂൾ തുറക്കാനല്ലേ. ഞായറാഴ്ച നമ്മൾ ക്ലീൻ ആക്കാൻ പോയി കേട്ടോ. സ്കൂൾ തിങ്കളാഴ്ച തുറന്നപ്പോൾ ഞായറാഴ്ച നമ്മൾ ക്ലീൻ ആക്കാൻ പോയ ആ വീഡിയോ ആണ് എടുത്തത്. മുട്ടായികളൊക്കെ ഒന്ന് വെക്കാണ്ട്. അപ്പോൾ ഞാൻ ശനിയാഴ്ച കൊടുന്ന് വെച്ചിരുന്നു. അപ്പോൾ ഇനിയൊക്കെ ഭരണിയിലൊക്കെ ആക്കിയിട്ട് റെഡിയാക്കി വെക്കാണ്ട്. തിങ്കളാഴ്ച രാവിലെ ഒന്നും ഒഴിവ് കിട്ടൂല. മൊത്തം ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഈ ബൾബാര കുട്ടികളെ പിടിച്ച് തൂങ്ങിയതാണ്. അല്ലാതെ വേറൊന്നുമില്ല. അത്ര ഉറപ്പില്ല. 2 കൊല്ലം ഇപ്പോൾ അവിടെ വെച്ചിട്ട്. ഇപ്പോൾ ആൺകുട്ടികൾ വന്നപ്പോഴാണ് ഇപ്പോൾ കൊഴിഞ്ഞാടിയത്. അപ്പോൾ കുട്ടികളാരെയും വലിച്ചു കയമല് തിരിഞ്ഞൊക്കെയല്ല. അടിച്ചരി ക്ലീനാക്കാൻ വേണ്ടി ഒരുങ്ങാണ്. ചൂലെടുത്തു. ചൂലൊക്കെ അങ്ങോട്ട് അങ്ങെത്തിയ മോൾക്ക് കുറച്ച് മാറാലും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ തട്ടുകയാണ്. വലിയ വൃത്തികളായിട്ടില്ല. കാരണം 10 ദിവസമാണ് നമ്മൾ അടച്ചിട്ട്. അടച്ചുറപ്പാണല്ലോ നമ്മളൊരു ശീലം കൊണ്ട് അങ്ങനെ മറക്കണമേ ഉള്ളൂ. അതുകൊണ്ട് വല്ലാന്നില്ല. നമ്മൾ അടച്ചിട്ടാൽ ഇടയ്ക്ക് പൂപ്പിലൊക്കെ ഉണ്ടാവും. അടിയിൽ ഇങ്ങനെ വെള്ളം തട്ടുന്നിടത്തൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒക്കെ അതൊക്കെ ശരിയാക്കാൻ വേണ്ടി വന്നു. മുട്ടായൊക്കെ ശരിയാക്കി വെച്ചാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഓഫാണല്ലോ. അപ്പോൾ അതിൽ ഇറക്കി വെച്ചിട്ടാണ്. പുറത്തുനിന്ന് എലികളൊന്നും വന്ന് ഇതാക്കേണ്ട എഴുതിയിട്ട്. ആ രാവിലെ വരുമ്പോൾ എലികളൊക്കെ ഒന്ന് കടിച്ചാൽ എഴുതിയിട്ട് ഒക്കെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജാലും ഓണാക്കിയില്ല. നാളെ വരുള്ളൂ. ഐസ് വന്നിട്ട് ഓണാക്കുള്ളൂ. അപ്പോൾ അതിൽ വെച്ചിക്കണം മൊത്തം. വീഡിയോ കാണുന്നവരെ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ലൈക്കൊക്കെ അടിച്ച് ഒന്ന് ബെല്ലൈക്കനൊക്കെ അടിച്ച് പൊട്ടിച്ച് തമാശക്കെ നമുക്കൊരു കാര്യത്തിൽ പെട്ടു. അപ്പോൾ എല്ലാവർക്കും നല്ല വരട്ടെ. നിറച്ച് പൊടിയുള്ള മക്കളെ അപ്പോൾ തുടച്ച് വൃത്തിയാക്കട്ടെ. അല്ലേ ആ ടൈൽസുമേലൊക്കെ ആകെ പൊടി എല്ലാം പാടെ പണിയായ 10 ദിവസം അടച്ചിട്ടുള്ള കാര്യമില്ല. മൊത്തത്തിൽ നമ്മൾ തുടക്കേണ്ടി വന്നു. റാക്കിൻ്റെ മുകളിലൊക്കെ നല്ലോണം പൊടിയൊന്നും അടഞ്ഞിക്കണം. അങ്ങനെ നിൽക്കൊണ്ടാകുമ്പോൾ വന്നാണ്ട് ആ പൊടിയ ഗ്യാപ്പോടെ വന്ന് ചാടിയതാണ്. ആകെ പൊടിയാണ്. അപ്പോൾ എല്ലാ ഭാഗം തുടക്കണം മക്കളെ. തുടച്ച് കഴിഞ്ഞ് ഏകദേശം റെഡി ആയിക്കണം. ഏതായാലും മൊത്തം തുടക്കേണ്ടി വന്നതാണ്. ആകെ വൃത്തിയുടെ കിടക്കാണ്. പൊടി കൊണ്ട് കിടന്നില്ല. ഓപ്പൺമാരില്ല തന്നെയാണ്. കാരണം നമ്മൾ ഒരു പച്ച തുണി കൊണ്ട് മറക്കലുള്ളൂ. ഓപ്പൺമാർ തന്നെ. അപ്പോൾ കാറ്റടിച്ച ഉള്ളിൽ പൊടിയൊക്കെ പാടെ മുള്ളിൽ വരികയാണ്. അപ്പോൾ ഏതായാലും ഒക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കാം. എന്നും ഇനിയിപ്പോൾ നമ്മൾ അവിടെ പരിപാടി തുടങ്ങിയാൽ നമ്മളതൊന്നും തുടക്കും. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഒരു ദിവസം തുടക്കാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നത്. ഏതായാലും 2-ാം പണി തന്നെയാണ്. നമുക്ക് പൂട്ടി തുറക്കാൻ വലിയ ട്രിപ്പ് തന്നെയാണ്. സ്കൂളാകുമ്പോൾ അടുക്കളക്ക് ലീവ് ഉണ്ടാവും. നല്ല ലീവ് ഉണ്ടാവും സ്കൂളാകുമ്പോൾ. മറ്റുള്ള കടൻ്റെ മാതിരിയല്ലല്ലോ.
ചുമരക്കളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ അടിവാളൊന്നും കേൾക്കാണ്ട് ഉപ്പുമുടെ കെട്ടാണ്ട് നല്ല അരച്ച് കേൾക്കാം കേട്ടോ. വെള്ളമൊക്കെ ഭാഗം ശരിക്കും കേൾക്കാല. ടൈൽസിൻ്റെ നിറം വേറെ കാണും. ഒന്ന് വൃത്തിയിൽ കേൾക്കാഞ്ഞാൽ ആ തുറക്കുമ്പോഴേ അരച്ച് കഴിഞ്ഞാൽ അരച്ചിട്ട് പറഞ്ഞാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു പൂപ്പലമായിട്ടുണ്ടാവും ടൈലായിട്ട്. അപ്പോൾ നമ്മൾ പൊക്കോണ്ട പാത്രങ്ങളും സ്പൂണും കയ്യിലും എല്ലാം നമ്മൾ കൈകൊന്നും വൃത്തിയായിട്ടെടുക്കട്ടെ കേട്ടോ. പേപ്പറൊക്കെ നിസ്സാറാക്കി മാറ്റണം. ഒക്കെ ഇതായിട്ട് ഒക്കെ ഊരടിച്ചല്ല പൂ പിടിച്ചേക്കണം. ബട്ട കൈകൾ ഏകദേശം കഴിഞ്ഞു. ഒക്കെ വൃത്തിയാക്കി നാളെ തുറന്നാൽ മതി. ഇൻഷാല്ലാ വൃത്തിയാക്കിയാണ് കഴിഞ്ഞു. നാളെ സ്റ്റാർട്ടിങ് അതുപോലെ ദിവസം നമ്മൾ കഴിക്കും. അപ്പോൾ 10 ദിവസം അടച്ചിട്ടുണ്ടേ മൊത്തം ഒന്ന് കഴിക്കാതാ. നാളെ ഒരു നമ്മൾ ഡയറി കഴിക്കണതാണ്. കൈകത്തൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ തുടച്ചേക്കട്ടെ. വെള്ളം ഉണ്ടാവും. രാവിലെ വരുമ്പോൾ ഞാൻ നേരം ഉണ്ടാവില്ല. അത് നമ്മൾ തുടച്ചേക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടോ. നമ്മൾ തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഇവിടെ കുറച്ച് വെള്ളം ഒക്കെ അടുക്കാണ്ട് ഒക്കെ അടുക്കിയിട്ടും പോകാൻ ഇത് രാവിലെ ഒക്കെ പറ്റും. തുടച്ച് കഴിഞ്ഞു. നമുക്കിവിടെ കുറച്ച് ഈ ഫ്രിഡ്ജൊക്കെ തുടക്കാണ്ട് അത് കുറച്ചാൽ പോവാം. ഫ്രിഡ്ജ് അടിച്ചു. ഈ സാധനങ്ങളൊക്കെ വെച്ചാൽ നാളെ സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ. സാധനം നാളെ കുറച്ച് വരാനുണ്ട്. വെള്ളങ്ങളൊക്കെ ഇപ്പോൾ വന്നാൽ ഇറക്കിയൊക്കെ ഉണ്ട്. നാളെ വേറെ വരാനുണ്ട്. ഫ്രിഡ്ജ് ഐസിൻ്റെ ആ ഐസത്തും രാവിലെ ഇത് ക്ലീനാക്കി വെച്ചതാണ്. മിഠായിയൊക്കെ റെഡിയാണ്. സംഭവമൊക്കെ റെഡിയാണ്. സ്കൂളിൽ തുറന്നാൽ മതി. സോഡിൻ്റെയൊക്കെ രാവിലെ എത്തുള്ളൂ. സോഡകളൊക്കെ ഒക്കെ രാവിലെ വരുള്ളൂ. വെള്ളം വരാണ്ട്. ഇവിടെ എല്ലാ വെള്ളം എടുത്ത് വെച്ചതാണ്. ഇത് വരാണ്ട് രാവിലെ തോന്നുന്നു. ഞായറാഴ്ച കൊണ്ട് സാധനം കിട്ടില്ല. കുട്ടിയില്ല. കുട്ടി കഴിഞ്ഞാൽ നാളെ ഉണ്ടാവും. നാളെ കുട്ടിയോട് കളിയാണ് അവിടെ. ഇപ്പോൾ കുറച്ച് നിറച്ച് വെച്ചിട്ടുണ്ടോ. മുട്ടായൊക്കെ നിറച്ച് വെച്ചാണ്. ഇനി കുറച്ചുകൂടി നിറക്കാണ്ടായി. കുപ്പി നാളെ കാലി ചെയ്ത ശേഷം ഇൻഷാ അല്ലാഹ് ഇത് രാവിലെ എടുത്തട്ടെ. രാവിലെ എടുത്ത കഴിഞ്ഞാൽ എരികളൊക്കെ അതുമായിട്ട് വന്നാലേ സ്വീപ്പാക്കും. അതിന് മൂടിയൊക്കെ
ഫാമിലിയാണ്. എന്നാലും അരി വാങ്ങണ്ടേ? അരി വാങ്ങണം. അരി ഇവിടെ നമുക്ക്